അങ്ങനെ ഞാൻ വീണ്ടും വന്നേക്കുവാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട്. നിങ്ങൾ ആരെങ്കിലും ഈ മക്ഡൊണാൾഡ്സിൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചിട്ടുണ്ടോ? അമേസിങ് ആണ് എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഞാനും കഴിച്ചിട്ടില്ല. നമ്മൾ ഈ നോർമൽ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാറുണ്ട്, അതേപോലെ വീട്ടിലുണ്ടാക്കുന്ന ഉരുളക്കിഴങ്ങ് പൊരിച്ച് വെച്ചിട്ട് അതും കഴിക്കാറുണ്ട്. ഇവനെ നമ്മൾ കഴിച്ച് നോക്കിയിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ഈ റെഫറൻസ് പിക്ക് എടുക്കുമ്പോൾ എപ്പോഴും കാണുന്ന സംഭവം ഒരു റെഡ് പാക്കറ്റിൻ്റെ ഉള്ളിൽ എം എന്നൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് അടുക്കടുക്കായിട്ട് വെക്കുന്ന. പൊതുവേ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെഫറൻസ് പിക്ക് അങ്ങനെയാണല്ലോ ഉണ്ടാവില്ലേ, സിമ്പിൾസ്. അപ്പം വിചാരിച്ച് അതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. എന്തായാലും കഴിക്കാൻ പറ്റുന്നില്ല, എന്നാൽ പിന്നെ അത് ഉണ്ടാക്കി വെച്ചിട്ട് കണ്ടു നോക്കാമല്ലോ. അപ്പോൾ ഇതാ ഞാൻ ഈ മടക്കിയ രീതിക്കൊക്കെ അങ്ങ് മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്തോ. ശരിക്കും പറഞ്ഞാൽ ഒട്ടിക്കേണ്ട ആവശ്യമില്ല, അതല്ലാതെ തന്നെ ടൈറ്റായിട്ട് നിൽക്കും. എന്നാലും ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് പിന്നെ ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് ഈ ഒരു രൂപത്തിൽ വെട്ടിയെടുക്കുക. ശേഷം 3 മടക്കങ്ങ് ഇട്ട് കൊടുക്കുക. 3 മടക്ക് ഇട്ട് വരുമ്പോൾ നമുക്കത് എന്തിനാണ് ഇടുന്നത് വെച്ചാൽ ഈ ഒരു ട്രയാങ്കിൾ, ഒരു 3D ഷേപ്പ് നമുക്ക് കിട്ടാനാണ്. അതായത് കുറച്ച് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്ന സമയത്ത് അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞു തരുമ്പോൾ എല്ലാം തെറ്റിപ്പോകുന്നു. എന്നിട്ട് അതിങ്ങനെ ഗമ്മിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിലല്ല ഈ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാവുക, എന്നാലും ഞാൻ പറഞ്ഞല്ലോ അതൊരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സ്ക്വയറായിട്ടും ആക്കാം കേട്ടോ. പക്ഷേ ഞാനിവിടെ ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഒരു ഫ്രഞ്ച് ഫ്രൈസ് റെഡിയായി, ബാക്കിയും കൂടി റെഡിയാക്കാം. അപ്പോൾ ഒത്തിരി എണ്ണം നമുക്കായിട്ടുണ്ട്. പക്ഷേ അതിന് മുന്നേ നമുക്ക് എന്ത് വേണം, മെയിനായിട്ട് അതിൻ്റെ സിമ്പിൾ വേണം. അപ്പോൾ നമ്മളൊരു എം വെട്ടിയെടുത്തിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോന്ന് അങ്ങ് നിറച്ച് കൊടുക്കാം. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഫോളോ ചെയ്ത് കൂടണേ.